ഫ്രഷ് ആയിട്ടിരിക്കുമ്പോഴാണ് അമ്മയുടെ ഡാൻസ് കഴിഞ്ഞിട്ട് അമ്മ വരുന്നത്. നമുക്ക് സത്യഭാമയെ വെൽക്കം ചെയ്യാം. കണ്ട് വിഷുവിന് നമ്മളൊന്നും ഒരുക്കിയിട്ടില്ല, എല്ലാം വാങ്ങിച്ച് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. പുറത്ത് ഭയങ്കര ബഹളം, ഇനി ഇവിടെ കൊണ്ട് കയറുന്നതിൻ്റെയാ. അപ്പോൾ നമുക്ക് സത്യഭാമയെ കാണിച്ചു തരാം. വാ സത്യഭാമ. അവസാനത്തെ ഒരു രംഗോ തൊന്തു വരുന്നത് സത്യം പറയാം. ചില സമയത്ത് ടീച്ചറുടെ നേരത്തെ യഥാർത്ഥ ദേവി കൂടും. ആണോ? നീ ഒന്ന് കാണണോടി, നീയൊക്കെ കാണണം. നമ്മളങ്ങനെ വിഷു ഇവിടെ എല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് ജോസേട്ടൻ കൊണ്ടു തന്നതാ, മൂകാംബികയിൽ നിന്ന്. അപ്പം അപ്പം നമ്മൾ ഉള്ള ഒരുക്കങ്ങളൊക്കെ ഞാൻ ഒരുപാട് എടുക്കുന്നില്ല. അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് രാവിലെ കടികിടാൻ പറ്റത്തില്ല. സോ ഞാനാണെങ്കിൽ എന്താ പറയുക, ഒന്ന് കിടക്കാൻ പോവാണ്. അപ്പോൾ രാവിലെ ഞാൻ കണി കാണിക്കാം, എന്നിട്ട് നമുക്ക് നേരെ ലൊക്കേഷനിൽ പോവാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ നടക്കട്ടെ. അഡ്വാൻസ് ഹാപ്പി വിഷു എവ്രി വൺ. ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി വിഷു. സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു വിഷു ആകട്ടെ ഈ ഒരു ദിവസം, ഈ ഒരു വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പം ഞങ്ങളുടെ വിഷു ഇത്രയേ ഉള്ളൂ. രാവിലെ കണി കണ്ടതിൻ്റെ വീഡിയോ ഒന്നും എടുത്താലും ഇവിടെ ആർക്കും എടുക്കാൻ പറ്റത്തില്ലായിരുന്നല്ലോ. അപ്പം അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മുടെ ഒരു കുഞ്ഞു വിഷുക്കണി ഇതാണ്. ഇനിയിപ്പോൾ ഞാൻ നേരെ ലൊക്കേഷനിലോട്ടാണ് പോകുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പായസം ഉണ്ടാക്കി കൊണ്ട് തരണേന്ന്. അപ്പോൾ അവിടെ എല്ലാവരും പായസം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ അമ്മ പായസം ഉണ്ടായിക്കൊണ്ട് ലൊക്കേഷനിൽ വരും. സോ വൺസ് അഗെയിൻ ഹാപ്പി വിഷു. അമ്മ അടിച്ചിരിക്കാം. ഹാപ്പി വിഷു പറ. ഹാപ്പി വിഷു. അമ്മമ്മ നമുക്ക് ഹാപ്പി വിഷു ചോദിക്കാം. അമ്മമ്മേ ഹാപ്പി വിഷു പറ എല്ലാവർക്കും. അമ്മമ്മേ ഹാപ്പി വിഷു പറയാൻ. ഹാപ്പി വിഷു. ഓ എൻ്റെ ദൈവമേ, ഇതുപോലെ വിഷു ആർക്കും നേരം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എനിക്ക് വണ്ടി വരും. അപ്പോൾ നമുക്ക് ലൊക്കേഷനിൽ പോയിട്ട് എല്ലാവർക്കും ഒരു വിഷസ് പറയാം. തലയിടിച്ച് ഹാപ്പി വിഷു. എന്റെ തുണി ഇന്നലെ ഇട്ടോണ്ട് പോയ തുണി കൈ നീട്ടിയെ തരുന്നുണ്ട്. പിടിച്ചേ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എടി എനിക്ക് 501 കുറഞ്ഞൊന്നും തരരുത്. ഇല്ല, 501 സോപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. പോ നീ എന്തിനാ കൊടുക്കണം? വരുന്ന വഴിയല്ലേ? വരുന്ന വഴിയല്ലേ? കൊച്ചിന്ന് ഇന്നലെ വന്നതല്ലേ? ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. അമ്മ നിനക്ക് വിഷുക്കണിട്ട് തരട്ടെ? ആ അങ്ങോട്ട് ദാ വിഷുക്കണി. ഹാപ്പി ഹാപ്പി വിഷു. ഓ സോ സ്വീറ്റ്. താങ്ക് യു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എന്താ? ഓ താങ്ക് യു. കുറച്ച് കഴിയുമ്പോ വീഡിയോ കട്ടിയുമ്പോ എനിക്ക് തിരിച്ചു തരണം കേട്ടോ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എനിക്ക് തോന്നി ജെല്ലി മുട്ടായി. എടാ എന്നാ ഹാപ്പി വിഷു. ഹാപ്പി വിഷു. കൈ നീട്ടാം. കൈ നീട്ടാം. കൈ നീട്ടി ഒന്ന് തരട്ടെ. താങ്ക് യു. ലൊക്കേഷനിൽ മുതിർന്നവർ എങ്ങനെയാണ് മേടിക്കാൻ. ഇത് കുറച്ച് കർശനം കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. ഇനി മുരളി ചേട്ടൻ കഴിഞ്ഞിട്ട് ഈ കൈ കൊണ്ട് ഇപ്പൊ തരാൻ പറ്റുള്ളൂ. ഹാപ്പി വിഷു. ഞാനും നീയും ചേർന്നാലേ എന്നോട് നന്നായിരിക്കട്ടെ. ഓ വിഷു കിസ്. ഹാപ്പി വിഷു. അതല്ല ഞാൻ കൊടുക്കും. മുറിച്ചൊക്കെ കൊടുക്കാൻ പോണ്. ഹാപ്പി വിഷു. അത് രണ്ടാക്കിട്ട് കൊടുക്കും. വേണ്ട. ഹാപ്പി വിഷു. എടുത്തൊക്കെ കൊണ്ടുപോകണം. ശരിയല്ല, നീ എന്റെ കൈയിന്റെ വെള്ളം വെച്ചു. താങ്ക് യു. ഞാൻ കൈയുടെ വെള്ളം കൊണ്ടു നടക്കുന്നെങ്കിൽ എന്റെ കൊച്ചിന് വിഷു കഴിഞ്ഞിട്ട് വേണ്ടേ? അതെ.
എല്ലാ വിഷയവും എന്റെ കാലത്തൊന്നും വന്നിട്ടില്ലല്ലോ. ഇന്നാണ് എടുക്കുമോ? ആ കിട്ടി. ഒരുപാടൊന്നും വേണ്ട. 500 രൂപയുടെ നോട്ടായി ഞാൻ തിരിച്ചു തരട്ടോ. ടാറ്റ. പാചകത്തിന്റെ പാത്രം കൊണ്ടുവന്നെ. ആ അമ്മ ഞങ്ങൾക്ക് ലൊക്കേഷനിൽ പായസമൊക്കെ കൊണ്ടുവന്നു. നല്ല പായസമായിരുന്നു. സദ്യ കഴിച്ചു ഞങ്ങള്. അപ്പൊ ഞങ്ങളുടെ വിഷു അടിച്ചു പൊളിച്ചു. ഹാപ്പി വിഷു പറഞ്ഞു അച്ചു. അച്ചു ഇല്ല വെള്ളം തുടച്ചാടി. ഹാപ്പി വിഷു. അന്ന ഒരു ഹാപ്പി വിഷു പറഞ്ഞേ. ഹാപ്പി വിഷു. ഇക്ക ഒരു ഹാപ്പി വിഷു പറഞ്ഞേ. യെസ് ടാറ്റ.